ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്ന 4 ചെക്കോട്ട സാരീസ് ആണ്. അതും വളരെ കുറച്ച് എംബ്രോയ്ഡറി ചെയ്ത് അതുപോലെ തന്നെ വളരെ റേറ്റ് കുറഞ്ഞ എംബ്രോയ്ഡറി സാരീസ് ആണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ചെക്കോട്ട കളേഴ്സ് ആദ്യമായിട്ട് ഞാൻ കാണിക്കുന്നതാണ്. ഇതിന് മുമ്പ് ഇതുപോലത്തെ ചെക്കോട്ട കളേഴ്സ് ഞാൻ കാണിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഒരു റെയർ കളക്ഷൻസ് ആണ് കളറിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അതിൻ്റെ അകത്ത് എംബ്രോയ്ഡറി എങ്ങനെയൊക്കെയാണ് ചെയ്തേക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്ന എല്ലാ സ്റ്റിച്ചസും ഇതിന് മുമ്പ് ഞാൻ ട്യൂട്ടോറിയലിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഇതിന് മുമ്പ് സാരികളിൽ ചെയ്തേക്കുന്ന എംബ്രോയ്ഡറി സ്റ്റിച്ചസ് തന്നെയാണ്. അപ്പോൾ ഇത് ഒരു സാരിയിലത്തെ ഡിസൈൻ മാത്രമാണ് ഇതിന് മുമ്പ് ഞാൻ ചെയ്ത് കാണിക്കാത്തത്. എന്ന് വെച്ചാൽ നോർമലി ഞാൻ ചെയ്യാത്തതായിട്ടുള്ളത്. അത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ആ എംബ്രോയ്ഡറി എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ മേളിൽ കാർഡിലും കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ആ എംബ്രോയ്ഡറി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കണ്ടു നോക്കി പഠിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് ഓരോരോ സാരീസ് കളക്ഷൻസും കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ചെക്കോട്ട. ഇതിനു മുമ്പ് നമ്മൾ ഈ കളർ കണ്ടിട്ടുണ്ടാവില്ല. ഇത് ഒരു ഒനിയൻ പിങ്ക് കളറാണ് ഈ ചെക്കോട്ടയുടെ കളറ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ്. ഈ ഒരു കളറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏത് കളർ ടോൺ ഉള്ള ആൾക്കാർ ഈ ഒരു കളർ സാരിയോ ചുരിദാറോ മെറ്റീരിയൽ മേടിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ കളറിന് സൂട്ട് ആവുന്ന ഒരു കളറാണ് ഈ ഒനിയൻ പിങ്ക് എന്ന് പറയുന്നത്. ഇച്ചിരി ഡാർക്ക് ഷെയ്ഡ് ടോൺ ഉള്ള ആൾക്കാർക്കാണെങ്കിലും ഈ കളർ നല്ലോണം സൂട്ടാകും. അപ്പോൾ ഈ ഒരു കളർ സാരീൻ്റെ അകത്ത് ഞാനൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് അല്ലെങ്കിൽ ലൈറ്റ് ബ്ലൂ ആഷ് ഷെയ്ഡുള്ള ഒരു കളർ ത്രെഡ് വെച്ചിട്ടാണ് ഫ്ലവേഴ്സ് തയ്ച്ചിരിക്കുന്നത്. ഫ്ലവേഴ്സ് സാറ്റിൻ സ്റ്റിച്ചാണ് തയ്ച്ചിരിക്കുന്നത്. അത് പേൾ കോട്ടൺ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് സാറ്റിൻ സ്റ്റിച്ച് തയ്ച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വലിയ ലീവ്സ് എല്ലാം ബ്ലാങ്കറ്റ് സ്റ്റിച്ച് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ലീവ്സ് എല്ലാം തയ്ച്ചിരിക്കുന്നത്. ഈ ഹാഫ് പോർഷനിൽ നിന്ന് അങ്ങോട്ടേക്ക് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് അതുപോലെ തന്നെ ഇങ്ങോട്ടേക്കും ബ്ലാങ്കറ്റ് സ്റ്റിച്ച്, അങ്ങനെയാണ് ഈ ലീവ്സ് എല്ലാം തയ്ച്ചിരിക്കുന്നത്. ഇതും പേൾ കോട്ടൺ ത്രെഡ് യൂസ് ചെയ്ത് ഡബിൾ ഷെയ്ഡ് പേൾ കോട്ടൺ ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെയുള്ള ഈ കുഞ്ഞു ലീവ്സും സ്റ്റെംസും അതുപോലെ തന്നെ ഈ ഫ്രഞ്ച് നോട്ടും ആങ്കറിൻ്റെ നോർമൽ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡിസൈൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 7 ഇഞ്ചാണ്. ഈ ഒരു ഡിസൈൻ ഇങ്ങനെ പല്ലൂല് മുന്താണിയിൽ വരുന്നുണ്ട്. മുന്താണിയിൽ ഇതുപോലെ ഒരെണ്ണം, അത് കഴിഞ്ഞിട്ട് റണ്ണിങ് പോർഷനിൽ. ഇതൊക്കെ ബഡ്ജറ്റഡ്, വളരെ ബഡ്ജറ്റിൽ വരുന്ന ഒരു സാരീസാണ്. അധികം ഒത്തിരി വർക്ക്സ്, ഹെവി വർക്ക്സ് ഒന്നും അല്ല, ഡെയിലി വെയറിന് പറ്റിയ ഒരു സാരീസാണ്. പിന്നെ നമ്മൾ മുന്താണിയത്തെ ആ ഒരു വർക്ക് കഴിഞ്ഞാൽ പിന്നെ റണ്ണിങ് പോർഷനിൽ ഇതുപോലെ ഒരു കുഞ്ഞു ഡിസൈൻ ഉണ്ട്. ആ ഒരു ഡിസൈൻ്റെ ഒരു കുഞ്ഞു പോർഷനാണ് നമ്മൾ റണ്ണിങ് പോർഷനിൽ തയ്ച്ചിരിക്കുന്നത്. പിന്നെ വന്നിട്ട് ഫ്രണ്ടിലത്തെ ഷോൾഡറിൻ്റെ അവിടുത്തെ പ്ലീറ്റ്സിലാണ് വരുന്നത്. ഫ്രണ്ട് പ്ലീറ്റ്സിലാണ് പിന്നെ വർക്ക് വരുന്നത്. ഇങ്ങനെയാണ് ഫ്രണ്ട് പ്ലീറ്റ്സിൽ 2 ഫ്ലവറാണ് ഇതുവരെ വരുന്നത്. ഇത്രയേ ഉള്ളൂ ഈ ഒരു സാരിയിൽ വർക്ക്. അപ്പോൾ ഫ്രണ്ടിലും മുന്താണിയിലും ആ റണ്ണിങ് പോർഷനിലുമാണ് വർക്കുള്ളൂ. താഴത്തോട്ട് വർക്കൊന്നുമില്ല. ഈ ഒരു സാരി റെഡി ഫോർ സെയിലാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിന് റേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1200 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. അടുത്ത ചെക്കോട്ട സാരിയുടെ കളറ് നമ്മുടെ ചെറുപയറിൻ്റെ കളറാണ്. ആ ഒരു ഗ്രീൻ കളറാണ് ഈ സാരിക്ക്. അതിൻ്റെ അകത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത് റോസിറ്റി സ്റ്റിച്ച് ആണ് ചെയ്തിരിക്കുന്നത്. ഒരു കുഞ്ഞു ഡിസൈനാണ്. റോസിറ്റി സ്റ്റിച്ചിൻ്റെ ഫ്ലവറിൻ്റെ കളറ് ഒരു ഡാർക്ക് മസ്റ്റാർഡ് യെല്ലോ കളർ യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ തയ്ച്ചിരിക്കുന്നത്. 6 സ്ട്രാൻഡ്സ് യൂസ് ചെയ്താണ് തയ്ച്ചിരിക്കുന്നത്. ലീവ്സ് ലൈറ്റ് ഗ്രീൻ ലീഫാണ് കൊടുത്തിരിക്കുന്നത്. അത് 4 സ്ട്രാൻഡ്സ് വെച്ചിട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഇത് ഓരോ ഫ്ലവറിൻ്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞു ഷുഗർ ബീഡ് വൈറ്റ് കളർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒത്തിരി പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതല്ല, തീരെ കുഞ്ഞിതാണ്. അങ്ങനെയാണ്. മുന്താണിയുടെ ഒരു സൈഡിൽ ഒരു ഫ്ലവർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ കാണിച്ച സാരീനെ പോലെ തന്നെയാണ് നമ്മൾ പോകുന്നത്. റണ്ണിങ് പോർഷനിൽ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ റണ്ണിങ് പോർഷനിലും ഒരു ഫ്ലവർ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രണ്ടിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ വരുമ്പം കുറച്ച് അധികം നമ്മൾ തയ്ച്ചിട്ടുണ്ട്. ഇത് കുഞ്ഞ് ഡിസൈൻ ആയിട്ട്, മറ്റേത് 7 ഇഞ്ച് ലെങ്ത് ഉള്ളത് കൊണ്ട് 2 എണ്ണം തയ്ച്ചാൽ മതിയായിരുന്നു. ഇത് കുഞ്ഞ് ഡിസൈൻ, നീളം കുറവായതുകൊണ്ട് കുറച്ച് അധികം നമ്മൾ തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ 4 എണ്ണമാണ് അടുപ്പിച്ച് ഫ്രണ്ടിൽ
തയ്ച്ചിരിക്കുന്നത്. ഇതുപോലെ 4 എണ്ണം നമ്മൾ അടുപ്പിച്ച് തയ്ച്ചിട്ടുണ്ട് ഫ്രണ്ടിൽ. ഇതും ഇത്രയേ ഉള്ളൂ. മുന്താണിയിൽ റണ്ണിങ് പോർഷനിൽ ഫ്രണ്ടിൽ 4 എണ്ണം അടുപ്പിച്ച് തയ്ച്ചിരിക്കണം. ഇങ്ങനെയാണ് ഈ ഒരു സാരിയിലും വന്നിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനിങ് ആണ്. റോസിറ്റി സ്റ്റിച്ചൊക്കെ ആർക്ക് വേണമെങ്കിലും, ബിഗിനേഴ്സിന് ആർക്കും തയ്ക്കാൻ പറ്റിയ ഒരു സ്റ്റിച്ചുമാണ്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്ച്ചു തീർക്കാവുന്ന ഒരു സ്റ്റിച്ചുമാണ്. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിന്റെ റേറ്റ് 1500 ആണ്. ഇതിന്റെ റേറ്റ് ഇതുവരെ 6 ഡിസൈൻസ് ആണ് വരുന്നത്. മുമ്പിൽ 4 എണ്ണം, മുന്താണിയുടെ പോർഷനിൽ ഒരെണ്ണം, റണ്ണിങ് പോർഷനിൽ ഒരെണ്ണം. അപ്പം ഇതും അവൈലബിൾ ആണ്. താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ഇതെല്ലാം സിംഗിൾ പീസസ് ആണ്. അപ്പോൾ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ആയിരിക്കും. ഇതിന്റെ റേറ്റ് 1500. ഈ ഒരു ചെക്കോട്ടയുടെ കളർ എന്ന് പറഞ്ഞാൽ ഒരു പിങ്ക് ഷെയ്ഡാണ്. ഒരു പ്രത്യേക തരം ഒരു പിങ്ക് ആണ്. ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിരിക്കുന്ന ബേബി പിങ്ക് ഷെയ്ഡ്സ് ആയിരുന്നു. ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പിങ്ക് ഷെയ്ഡാണ്. അതിൻ്റെ അകത്ത് നമ്മൾ ഈ ഒരു 3 ഫ്ലവർ ഡിസൈനിങ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് പെറ്റൽസ് എല്ലാം തയ്ച്ചിരിക്കുന്ന വൂവൻ ബാസ്റ്റിച്ച് വെച്ചിട്ടാണ്. ലീവ്സ് ഫിഷ് ബോൺ ആണ്, പക്ഷെ കുറച്ച് അകത്തിയാണ് ഫിഷ് ബോൺ തയ്ച്ചിരിക്കുന്നേ എന്നുള്ളൂ. ഡബിൾ ഷെയ്ഡ് ത്രെഡ് ഇട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെയൊക്കെ നടുക്കായിട്ട് ഫ്രഞ്ച് നോട്ട്സുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് എങ്ങനെയാണ് തയ്ക്കണ്ടേ എന്നുള്ളത് ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ മേളിൽ കാർഡിലും വരുന്നുണ്ടാകും. അപ്പോൾ അറിയില്ലാത്തവർക്ക് അതൊന്ന് കയറി നോക്കിയാൽ മതി. സെയിം ഡിസൈനാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് മുന്താണിയിലെ ഒരു സൈഡിൽ ഈ ഒരു ഡിസൈൻ വരുന്നു. പിന്നെ റണ്ണിങ് പോർഷനിൽ മറ്റേ ഒരു കുഞ്ഞ് സ്മോൾ ഡിസൈൻ വരുന്നുണ്ട്. ഇതുപോലെയാണ് റണ്ണിങ് പോർഷനിൽ ഒരു കുഞ്ഞ് ഡിസൈൻ വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ന് കാണിക്കുന്ന എല്ലാ സാരിയും സെയിം പാറ്റേണിൽ തന്നെയാണ്. പല്ലൂല്, പിന്നെ റണ്ണിങ് പോർഷനിൽ, പിന്നെ ഫ്രണ്ടിലത്തെ പ്ലീറ്റ്സിൽ, അങ്ങനെയാണ് എല്ലാ സാരിയുടെയും ഡിസൈനിങ് പോകുന്നത്. പിന്നെ ഫ്രണ്ടിൽ നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ ആയിട്ട് ഇതുപോലെ ഫ്രണ്ട് പ്ലീറ്റിലായിട്ട് ഇതുപോലെ ഒരു വലിയ ഡിസൈൻ, പിന്നെ ഒരു കുഞ്ഞു ഡിസൈൻ, പിന്നെ ഒരു വലിയ ഡിസൈൻ, അങ്ങനെയാണ് ഡിസൈനിങ് പോയേക്കുന്നത്. ഇതും അത്രയും തന്നെയുള്ളൂ. താഴത്തോട്ട് വർക്കൊന്നുമില്ല ഈ സാരിയിലും. ഇതും റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം. ഇതിൻ്റെ റേറ്റും 1200 തന്നെയാണ്. അപ്പം ആദ്യത്തെ സാരിയും ഈ സാരിക്കും 1200 ആണ് റേറ്റ്. രണ്ടാമത് കാണിച്ച സാരിക്ക് മാത്രം 1500 ആണ് റേറ്റ്. അപ്പോൾ ഇത് താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് ഉടനെ തന്നെ മെസ്സേജ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏറ്റവും അവസാനത്തെ സാരി ഒന്ന് കണ്ടു നോക്കാം. ഈ ചെക്കോട്ട സാരിയുടെ കളറ് ലൈറ്റ് ബ്ലൂയിഷ് ആഷ് കളറാണ്. അതൊരു നമ്മുടെ ചാരത്തിൻ്റെയൊക്കെ കളർ എന്ന് പറയാം. ആ ഒരു കളറാണ് ഈ സാരിയുടെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാനൊരു പീച്ച് കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഓയിസ്റ്റർ സ്റ്റിച്ചാണ് തയ്ച്ചിരിക്കുന്നത്. ഇവിടെ ലീവ്സ് ആയാലും അതുപോലെ തന്നെ ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസ് ആയാലും എല്ലാം ഓയിസ്റ്റർ സ്റ്റിച്ചാണ് തയ്ച്ചിരിക്കുന്നത്. സ്റ്റെം സ്റ്റിച്ചും, എന്നിട്ട് ഇതിൻ്റെ നടുക്ക് ഈ സെയിം കളർ സാരിയുടെ കളർ തന്നെ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഫ്രഞ്ച് നോട്ടും തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി തെറിച്ച് നിൽക്കുന്ന ഒരു ഡിസൈനിങ് അല്ല ഇത്. വളരെ സെറ്റിലായിട്ടിരിക്കുന്ന ഒരു കളർ മാച്ചിങ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ മുന്താണിയിൽ ഒരു ഡിസൈൻ വരുന്നുണ്ട്. പിന്നെ റണ്ണിങ് പോർഷനിൽ ഇതുപോലത്തെ ഒരു കുഞ്ഞു ഡിസൈനാണ് വരുന്നത് റണ്ണിങ് പോർഷനിൽ. പിന്നെ നേരത്തെ കാണിച്ച പോലെ ഷോൾഡറിലാണ് പിന്നെ വർക്ക് വരുന്നത്. അപ്പോൾ ഇതുപോലെയാണ് ഈ സാരിയിൽ ഡിസൈനിങ് വന്നിരിക്കുന്നത്. ഷോൾഡറിൽ വരുമ്പോൾ ഡയറക്ഷൻ നമ്മൾ ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ വൃത്തികേടാകും. അപ്പോൾ അത് എല്ലാവരും മറക്കുന്ന ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ ബൈ മിസ്റ്റേക്കിലേ ചെയ്തു പോകുന്നതാണ്. പക്ഷെ അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ ഷോൾഡറിൽ ഡയറക്ഷൻ മാറ്റിയിട്ട് ഒരു ഫ്ലവർ, പിന്നെ ഒരു കുഞ്ഞു ഫ്ലവർ, പിന്നെ ഒരു വലിയ ഡിസൈൻ, അങ്ങനെ 3 ഡിസൈനിങ് ആണ് ഫ്രണ്ടിൽ ഷോൾഡർ പോർഷനിൽ, ഷോൾഡറിൽ അവിടുത്തെ പ്ലീറ്റിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മുന്താണിയിൽ ഒരെണ്ണം, ഫ്രണ്ടിൽ 2 എണ്ണം വലിയ ഡിസൈൻ, പിന്നെ 2 കുഞ്ഞു ഡിസൈൻ. ഇങ്ങനെയാണ് ഈ ഒരു സാരിയിൽ ഡിസൈനിങ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ്, ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1200 തന്നെയാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ 4 സാരീസിൻ്റെ കളറും അതുപോലെ തന്നെ അതിൻ്റെ ഡിസൈനിങ്ങും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കണ്ട. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.